സഹോദരിമാർക്ക് കേൾക്കണമെങ്കിൽ സഹോദരിമാർ അറിയണം. അഹ്മദ് ബിൻ സഈദുൽ ആബിദ് എന്ന് പറഞ്ഞ മഹാനുഭാവൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞു. ബഹുമാനപ്പെട്ട സഈദുൽ ആബിദ് റളിയല്ലാഹു അൻഹു പറയാ, കൂഫക്കാരനാണ്, ഇറാഖിലുള്ള ആളാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, കൂഫയിലെ പള്ളിയിൽ ഇബാദത്ത് ചെയ്യുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ, ഇതേപോലെ നല്ല സുമുഖനായൊരു ചെറുപ്പക്കാരൻ കൂഫയിലെ പള്ളിയിൽ വന്നു പോകുന്നു. പറയുന്നത് മഹാനായ സഈദുൽ ആബിദ് റഹ്മഹുല്ലാഹ് അവരുടെ മകൻ ഉദ്ധരിച്ചിട്ടുള്ള സംഭവം. അങ്ങനെ അദ്ദേഹം നല്ല സൗന്ദര്യമുള്ള ചെറുപ്പക്കാരൻ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പെണ്ണ് ഇയാളെ കണ്ടു. സുബ്ഹാനല്ലാഹ്. കണ്ടു. ഈ പെണ്ണാണെങ്കിലോ നല്ല ബുദ്ധിയും തന്റെ ഇടവും തറവാടിത്വമുള്ള പെണ്ണാണ്. ഇവൾക്ക് ഇദ്ദേഹത്തിൽ സ്നേഹം തോന്നി, പ്രേമം തോന്നി എന്നൊക്കെ പറയില്ലേ. സുലൈമാൻ മഹാനായ ഈ ചെറുപ്പക്കാരൻ ഒന്നും നോക്കാതെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി, ഒന്നും പറഞ്ഞില്ല. അവളങ്ങനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഒന്ന് കേൾക്കാത്ത മട്ടിൽ പോയി. പിറ്റേന്നും അദ്ദേഹം പള്ളിയിലേക്കുള്ള വഴിക്ക് വരുമ്പോ ഈ പെണ്ണവിടെ ഉണ്ട്. അവള് പറഞ്ഞു, നിങ്ങൾ ഒന്നൽപ്പം നിൽക്കുമോ? യാ അയ്യുഹൽ ആബിദ്, ആബിദായ ചെറുപ്പക്കാരാ, നിങ്ങളൊന്ന് നിൽക്കും, എനിക്ക് ചില കാര്യം പറയാനുണ്ട്. അദ്ദേഹം കേട്ടില്ല. അദ്ദേഹം നേരെ പോയി. ഒന്ന് മറുപടി. ഇതാണല്ലോ മുഅ്മിനിന്റെ സ്വഭാവം, ഇങ്ങനെയാണല്ലോ മുഅ്മിനീങ്ങൾ ആവേണ്ടത്. പള്ളിയിൽ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോഴും ഈ പെണ്ണിവിടെ ഇയാൾ കാത്തിരിക്കുന്നു. അപ്പൊ ദിവസങ്ങളായി, ഏതാനും ദിവസം കഴിഞ്ഞ സംഭവം, അവൾ അവിടെ കാത്തിരിക്കുകയാണ്. മഹാനായ ചെറുപ്പക്കാരൻ അദ്ദേഹം മുഖം നോക്കാതെ തിരിച്ചു നടന്നു. അങ്ങനെ തിരിച്ചു നടന്നപ്പോ പെണ്ണ് പറഞ്ഞു, യാ ഫതാ ഇസ്മഅ മിന്നി ഇന്നി ഉകല്ലിമുക കലിമാത്ത്. എനിക്ക് ചില കാര്യങ്ങൾ, ചില വാക്ക്, കുറച്ച് കാര്യം പറയാം, അത്ര മാത്രമുള്ള ചെറുപ്പക്കാരാ, എന്നൊന്ന് കേൾക്കണം, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. അദ്ദേഹം തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, പെണ്ണെ, ഇന്ന ഹാദാ മൗദിഉ തുഹ്മ, ഇത് തെറ്റിദ്ധാരണയ്ക്ക് സാധ്യതയുള്ള സ്ഥലമാണ്. ഞാൻ നീയുമായി സംസാരിക്കുന്നത് ഈ വഴിയിലാണ്, ശരിയാണ്. നീ എന്റെ ആരുമല്ല, നീ എന്റെ ഭാര്യയല്ല, നീ എന്റെ മഹ്റമത്തല്ല. അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞത് തന്നെ തെറ്റിദ്ധാരണയ്ക്ക് സാധ്യതയുള്ള സ്ഥലമാണ്. അത് പാടില്ലല്ലോ, അത് പാടില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് എനിക്ക് നിൽക്കാം. അപ്പോൾ നിർബന്ധിച്ചു. എന്നാലും നിങ്ങൾ ആഗ്രഹീങ്ങളായ ആളുകൾക്ക് ഇതൊക്കെ തെറ്റാണെന്നറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ചില കാര്യം നിങ്ങളെ ബോധിപ്പിക്കാനുണ്ട്. അവൾ പറഞ്ഞു, അവൾ നല്ല വർത്തമാനം പറഞ്ഞു. എന്നെ പോലെയുള്ള ഒരു പെണ്ണിനെ സംബന്ധിച്ച് നിങ്ങൾ ദുഷിച്ച വിചാരിക്കണോ? ഞങ്ങൾ പെണ്ണുങ്ങളെ സംബന്ധിച്ചൊക്കെ ഇബാദത്തുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ തെറ്റിദ്ധാരണയാണ് എന്നും എനിക്കറിയാം. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇന്ന ജവാരിഹി കുല്ലുഹാ മശ്ഗൂലത്തുൻ ബിക്, എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും നിങ്ങളിൽ വ്യാപൃതരാണ്. എന്റെ ശരീരം മുഴുവനും നിങ്ങളെ ഓർക്കുകയാണ്. എന്റെ കയ്യും കാലും കണ്ണും നാവും മനസ്സും കൽബൊക്കെ നിങ്ങളിൽ ലയിച്ചിരിക്കുകയാണ് ചെറുപ്പക്കാരാ. ഇത് പറഞ്ഞപ്പോ മഹാനായ ചെറുപ്പക്കാരൻ ഒന്നും മിണ്ടാതെ, നമുക്കിത് പറയാനേ വേണ്ടതുള്ളൂ, അതിനൊരു അവസരം. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അങ്ങനെ തിരിഞ്ഞു നോക്കാതെ അദ്ദേഹം വീട്ടിലേക്ക് ചെന്നു. രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിസ്കാരം ശരിയാവുന്നില്ല. നിസ്കാരം വീട്ടിലേക്ക് കയറിപ്പോയിട്ടുണ്ട്, പക്ഷേ എന്തോ ഒരു കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല, നിസ്കരിച്ചിട്ടൊന്നും ശരിയാവുന്നില്ല. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരൻ ഒരു കടലാസിന്റെ കഷ്ണമെടുത്ത് ഒരു കത്ത് ഇവൾക്ക് എഴുതി ഏൽപ്പിക്കാൻ പോവുകയാണ്. എന്താണ് എഴുതുന്നത്? അയ്യത്തുഹൽ മർഅ, അല്ലയോ പെണ്ണേ, ഇന്നല്ലാഹ ഇദാ അസ്വാഹുൽ അബ്ദു ഹലും, അല്ലാഹുവിന്റെ ഒരു അടിമ ഒരു തെറ്റ് ചെയ്താൽ അല്ലാഹു നല്ല ക്ഷമയുള്ളവനായി അല്ലാഹു തആല നിലകൊള്ളും. അല്ലാഹു ഒന്നും ചെയ്യൂല. فإذا عاد إلى المعصية مرة أخرى ستره, രണ്ടാമതും ഒരു തെറ്റ് മനുഷ്യൻ ചെയ്താൽ അല്ലാഹു തആല അയാൾക്കത് മറച്ചു വെക്കും. ആരും അറിയില്ല. ഫ്ലാഷ് ആവൂല എന്ന് പറയില്ല നമ്മള്, ആരും അറിയില്ല. ഇനി പറയുന്നത് فإذا لبس لها ثيابها, ഇനിയൂടെ ഒരു തിന്മ ചെയ്യാൻ മൂന്നാമതും ഒരു മനുഷ്യൻ ഒരുങ്ങുകയും തിന്മയുടെ വസ്ത്രം അണിയുകയുമായാൽ അല്ലാഹു തആല
അതിയായി ദേഷ്യപ്പെടുകയും ആ ദേഷ്യം കാരണത്താൽ ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങൾ പോലും വിറച്ചു പോകുമാറുള്ള കോപം അല്ലാഹു കോപിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ചെയ്തു, അല്ലാഹു ക്ഷമിച്ചു കൊടുത്തു. രണ്ടാമത്തെ തവണ ചെയ്തു, അല്ലാഹു തആല അവന് മറച്ചു വെച്ചു കൊടുത്തു. മൂന്നാമത് മനുഷ്യൻ തെറ്റിലേക്ക് ആവർത്തിച്ചാൽ അല്ലാഹു അങ്ങോട്ട് ദേഷ്യം പിടിക്കുന്നുണ്ട് ഈ തിന്മ കാരണത്താൽ. അത് കാരണം അല്ലാഹുവിന്റെ സർവ്വചരാചരങ്ങളും ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ദേഷ്യം അല്ലാഹു ദേഷ്യപ്പെട്ടാൽ പെണ്ണേ ഇതാർക്ക് സഹിക്കാൻ പറ്റും? കത്താണിത്. നമ്മൾ എഴുതുന്ന കത്തും ചെറുപ്പക്കാർ എഴുതുന്ന കത്തും ഈ കത്തും ഒന്ന് തുലനം ചെയ്ത് നോക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞിട്ടില്ല, ഞാൻ ഈ പറഞ്ഞത് തെറ്റാണ് എന്നാണ് നിനക്ക് തോന്നുന്നതെങ്കിൽ നോക്കണം. ഈ പെണ്ണ് മാറാൻ പോവാണ്. നമ്മുടെ പെണ്ണുങ്ങൾ എങ്ങനെ ചിന്തിക്കണം? ഞാൻ ഈ പറഞ്ഞത് തെറ്റാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലാഹു തആല ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കുന്ന ഒരു ദിവസത്തെ ഞാൻ നിനക്ക് ഓർമ്മിപ്പിക്കുകയാണ്. സമാഉകൽ മുഹ്ൽ, ആകാശങ്ങൾ ഇടിഞ്ഞു വീഴുന്ന ദിവസമാണത്. പർവ്വതങ്ങൾ പൊടിപൊടിയായി പറക്കുന്ന ദിവസമാണത്. അങ്ങനത്തെ ഒരു ദിവസത്തെ ഭയാനകത നീ ഒന്ന് ഓർത്ത് ജീവിച്ചോളൂ പെണ്ണേ. അല്ലാഹുവിനെ തന്നെ സത്യം, എനിക്ക് എന്നെ തന്നെ നന്നാക്കാൻ കഴിയില്ല, ഞാൻ വളരെ സാധുവാണ് പെണ്ണേ. അങ്ങനെയെങ്കിൽ ഞാൻ പിന്നെ മറ്റൊരാളെ എങ്ങനെയാ നന്നാക്കുക? എനിക്ക് എന്നെ തന്നെ നന്നാക്കാൻ പറ്റുന്നില്ല പെണ്ണേ. അതുകൊണ്ട് എനിക്ക് മറ്റൊരാളെ എങ്ങനെ നന്നാക്കാൻ പറ്റും? അതുകൊണ്ട് നീ അല്ലാഹുവിനെ ഓർത്തോ. ഇനി ഞാൻ പറഞ്ഞത് ഹക്കാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ഒരു ഡോക്ടറെ പറഞ്ഞു തരാം. ആ ഡോക്ടറെ നീ ചെന്ന് കാണണം. ഏറ്റവും ഗുരുതരമായ രോഗം ശിഫയാക്കാൻ കഴിയുന്ന ഡോക്ടറാണത്. നിന്റെ മനസ്സിന്റെ രോഗം, നിന്റെ ശരീരത്തിന്റെ രോഗമെല്ലാം ശിഫയാക്കാൻ കഴിയുന്ന ഒരു ഡോക്ടറുണ്ട്. നല്ല സത്യസന്ധമായിട്ട് അല്ലാഹുവിനോട് നീ ചോദിക്ക്. നിനക്ക് എന്ത് തോന്നുന്നുണ്ടോ, എന്ത് തിന്മ തോന്നുന്നുണ്ടോ, സത്യസന്ധമായിട്ട് അല്ലാഹുവിനോട് ചോദിക്ക്. പടച്ചവനെ, എന്റെ മനസ്സിൽ നിന്ന് തിന്മയെ നീക്കിത്താ റബ്ബേ. സത്യസന്ധമായി അല്ലാഹുവിനോട് ചോദിക്ക്, അല്ലാഹുവേ തിന്മയിൽ ചെന്ന് ചാടാതെ കാക്കണേ പടച്ചവനെ. നീ അല്ലാഹുവിനോട് ചോദിക്ക് പെണ്ണേ. കാരണം എനിക്ക് നിന്നെ ശുശ്രൂഷിക്കാനോ നിനക്ക് മറുപടി പറയാനോ വഴിയിൽ വെച്ച് സംസാരിക്കാനോ എനിക്ക് നേരമില്ല. അള്ളാഹുവിന്റെ ഒരു ആയത്തിനെ കുറിച്ച് ഞാൻ ശുഗ്ലിലാണ്, ഞാനിപ്പോ ബിസിയാണ്. എന്നെ ബിസിയാക്കിയ വിഷയം അള്ളാഹുവിന്റെ ആയത്താണ്, സൂറത്ത് ഗാഫിർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅൻദിറുഹും യൗമൽ അസിഫ وأنذرهم يوم الأزفة إذ القلوب لدى الحناجر وما للظالمين من حميم ولا شفيع يطاع يعلم خائنة الأعين وما تخفي الصدور. എന്താണ് ആയത്ത്? വഅൻദിറുഹും, നബിയെ ജനങ്ങൾക്ക് താക്കീത് കൊടുക്കണം. യൗമൽ അസിഫ, മനുഷ്യൻ സങ്കടപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ഇതിൽ ഖുലൂബു ലദൽ ഹനാജിർ, മനുഷ്യന്റെ ഹൃദയങ്ങൾ നെഞ്ചിലേക്ക് തൊണ്ട വരെ കയറിപ്പോകുന്ന ഒരു ദിവസമാണത്. സങ്കടം കൊണ്ട് ചെയ്തുപോയ തെറ്റുകൾ പൊറുക്കപ്പെടാതെ കാണുമ്പോ സങ്കടപ്പെട്ട് നെഞ്ചുപോലും ഹൃദയം പോലും തൊണ്ടയിലേക്ക് കയറി വരുന്ന ഒരു ദിവസമാണത്. വമാലിൽ ളാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ യുതാഅ, തിന്മ ചെയ്ത് നടക്കുന്ന ആളുകളെ സഹായിക്കാൻ ഒരു കൂട്ടുകാരനുമില്ലാത്ത ദിവസമാണത്. വലാ ശഫീഅ, ഒരാളും ശഫാഅത്ത് പറയാനില്ലാത്ത ദിവസമാണത്. അങ്ങനത്തെ ഒരു ദിവസത്തെ സംബന്ധിച്ച് പേടിപ്പിക്കണം നബിയെ, പറഞ്ഞു കൊടുക്കണം എന്ന് അല്ലാഹു പറഞ്ഞ ആയത്താണ്. ആയത്തിന്റെ അവസാനം ഇങ്ങനെ: وَيَعْلَمُ خَائِنَةَ الْأَعْيُنِ وَمَا تُخْفِي الصُّدُورُ, മനുഷ്യൻ കണ്ണുകൊണ്ട് ചെയ്യുന്ന കണ്ണിമ വെട്ടുന്നത്, കണ്ണിന്റെ കട്ടുനോട്ടം അല്ലാഹു അറിയുന്നുണ്ട്. യഅലമു ഖായിനത്തൽ അയുൻ, കാണാൻ പറ്റാത്തത് മനുഷ്യൻ നോക്കുന്നത്, അത് മറ്റാരും തന്നെ കാണാതിരിക്കാൻ മറച്ചുവെച്ചു നോക്കുന്നത് അല്ലാഹു അറിയുന്നുണ്ട്. വമാ തുഖ്ഫി സുദൂർ, മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വിചാരം എന്തെന്നും അല്ലാഹുവിനറിയാം.
തിന്മക്ക് അവസരം വന്നാൽ തിന്മ ചെയ്യും എന്നൊരു തോന്നല് മനസ്സിലുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത് റബ്ബിനതറിയാം. പെണ്ണേ, ഇതുകൊണ്ട് ഈ ആയത്തുകൊണ്ട് ഞാനിപ്പോ ബിസിയാണ്. അതുകൊണ്ട് പെണ്ണേ, എനിക്ക് നിന്നോട് കാര്യമായിട്ടൊന്നും പറയാനില്ല. ഫഅൈനൽ മഹ്റബു മിൻ ഹാദിഹിൽ ആയ, ഈ ആയത്തിന്റെ ഗുരുതരമായ ആശയം ചിന്തിക്കുമ്പോ എവിടേക്ക് ഓടി രക്ഷപ്പെടാനാണ് പെണ്ണേ? ഈ ഒരു കത്ത് ഇയാൾ കയ്യിൽ വെച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പിറ്റേന്നും പെണ്ണ് വഴിയിലുണ്ട്. കുഫയിലെ വഴിയിൽ പെണ്ണുണ്ട്. അവൾക്ക് ഈ കത്ത് ഇങ്ങനെ കൊടുത്തു. അദ്ദേഹത്തിന് അറിയാം ഈ പെണ്ണിന്റെ ഹിദായത്തിന്റെ വഴി തുറന്നു കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഈ പെണ്ണ് നന്നായിക്കോളും. ആ കത്ത് ഏൽപ്പിച്ചു. അവളത് വായിച്ചു നോക്കുമ്പോ ഇതാണിതിലെ ഇതിവൃത്തം, ഇതാണ്. പിന്നെ കണ്ടില്ല. പിന്നെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞതിന്റെ ശേഷം ഈ പെണ്ണ് വഴിയിൽ ഇയാളെ കാത്തിരിക്കുകയാണ്. അവളെ കണ്ടപ്പോഴേക്കും ഇയാൾ തിരിഞ്ഞു പോകാൻ വേണ്ടി നോക്കി. അവൾ വിളിച്ചു, നിങ്ങൾ തിരിച്ചു പോകല്ലേ, നിങ്ങൾ തന്ന വിവരം എനിക്കറിയാം. ഇനി ഞാനും നിങ്ങളും ഇനിയൊരു കാഴ്ച കാണുന്നത് ബൈനയദയില്ല, അള്ളാഹുവിന്റെ മുമ്പിലായിരിക്കും. ഇനി ഞാൻ നിങ്ങളെ കാണാൻ വരില്ല, നിങ്ങളുടെ വിഷയം. അവൾക്കപ്പോഴും ഇദ്ദേഹത്തോട് സ്നേഹമാണ്. നിങ്ങളുടെ വിഷയത്തിൽ എനിക്ക് തോന്നുന്ന സ്നേഹം അത് അല്ലാഹു തആല എനിക്ക് എളുപ്പമാക്കി തരട്ടെ, എന്റെ മനസ്സ് നീക്കി തരട്ടെ എന്ന് അവൾ തന്നെ പറയാണ്. എന്നിട്ട് പെണ്ണ് കരയാൻ തുടങ്ങി. ഒരുപാട് കരഞ്ഞ് സങ്കടം പറഞ്ഞു. എന്നിട്ട് പെണ്ണ് പറഞ്ഞു, എനിക്കൊരു സാരോപദേശം തരണം. ഔസിനി, എനിക്കൊരു ഉപദേശം തരണം. ചെറുപ്പക്കാരനാണ്. എന്താണ് ആ ഇന്റലക്ച്വൽ ഗ്രോത്ത്, ആ ഒരു ബുദ്ധിപരമായ ആ ഒരു പക്വത ഉണ്ടായിരുന്നൊരു ചെറുപ്പക്കാരെയും ആലോചിച്ചു നോക്കൂ. ആ പെണ്ണ് ചോദിച്ചു, ചെറുപ്പക്കാരൻ, എനിക്ക് നല്ലൊരു ഉപദേശം തരൂ നിങ്ങൾ. അദ്ദേഹം നല്ലൊരു ആബിദാണ്. അദ്ദേഹം പറഞ്ഞു, ഊസീകി, ഞാൻ നിനക്ക് വസിയത്ത് തരുന്നത് പെണ്ണെ, ബിഹിഫ്ളി നഫ്സികി മിൻ നഫ്സിക്, നിന്റെ ശരീരത്തിൽ നിന്ന് നീ കാക്കണം. നിന്റെ ശരീരത്തിൽ നിന്ന് നീ കാക്കണം. നിന്റെ റൂഹിനെ, നിന്റെ നഫ്സിനെ നീ കാത്തോ. നിന്റെ ശരീരം നിന്നെ ഹറാമിലേക്ക് തോന്നിപ്പിക്കുന്നുണ്ട്. നിന്റെ തടിയെ നീ കാത്തോ പെണ്ണേ. അള്ളാഹുവിന്റെ ഒരു ആയത്ത് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാം. അത് സൂറത്തുൽ അൻആമിൽ ആയത്തായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വഹുവല്ലദീ യതവഫാകും ബില്ലൈലി വയഅലമു മാ ജറഹ്തും ബിന്നഹാർ. വഹുവല്ലദീ, അല്ലാഹു യതവഫാകും ബില്ലൈലി, രാത്രിയിൽ നിങ്ങളെ മരിപ്പിക്കുന്നുണ്ട്. അല്ലാഹു രാത്രി നിങ്ങളെ മരിപ്പിക്കുകയാണ്. വയഅലമു മാ ജറഹ്തും ബിന്നഹാർ, പകലിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. രാത്രി നിങ്ങളെ മരിപ്പിക്കുന്നുമുണ്ട്. പിന്നെ അല്ലാഹു ഒരു പുനർജന്മം നൽകി ഉറക്കത്തിൽ എഴുന്നേൽപ്പിക്കുകയാണ്. അതുകൊണ്ട് കിടന്നുറങ്ങാൻ പോകുന്ന മനുഷ്യൻ ചെയ്തുപോയ തെറ്റുകളെ പശ്ചാത്തപിക്കാതെ തൗബ ചെയ്യാതെ ഉറങ്ങല്ലേ. നിന്റെ ഉറക്കം ഒരു മരണമാണ്. ആ ഉറക്കത്തിലൂടെ അല്ലാഹുവിനെ മരിപ്പിച്ചാൽ തൗബ ചെയ്യാതെയുള്ള മരണമല്ലേ അത്. അതുകൊണ്ട് പെണ്ണെ, ഈ ആയത്ത് ഞാൻ എന്നെയും നിന്നെയും ഓർമ്മിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അവസാനത്തെ വാക്കും പറഞ്ഞ് സംഗതി ക്ലോസ് ചെയ്തു. ആ ചർച്ച അവിടെ അവസാനിപ്പിച്ചു. ഈ പെണ്ണ് പിന്നെ അവരുടെ കുടുംബത്തിൽ, അവരുടെ വീട്ടിൽ ചെന്നു. ഇവരുടെ ജീവിതം മാറി. ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന പെണ്ണായി. ജീവിതം കെട്ട് മാറി. അവരുടെ എല്ലാ ചിന്തകളും മാറി. അവൾ പിന്നെ ഇബാദത്തിൽ മുഴുവൻ ഈ രണ്ടായത്തുകൾ അവളെ ചിന്തിപ്പിച്ചു. അവൾ ആലോചിച്ചു, ചിന്തിച്ച് കരച്ചിന് സങ്കടത്തോടുകൂടെ അവൾ മരിച്ചതെന്ന, അങ്ങനെ സങ്കടപ്പെട്ട് മരിച്ചൊരു പെണ്ണാണ്. അങ്ങനെ മരിച്ചതിന് ശേഷം ഈ ചെറുപ്പക്കാരൻ അവളെ സ്വപ്നം കാണുമായിരുന്നു. കണ്ടതിന് ശേഷം ഈ ചെറുപ്പക്കാരൻ കരയുമ്പോ സ്വപ്നത്തിലൂടെ ഒരാൾ ചോദിക്കുകയാണ്, മിമ്മ ബുഖാഉക്, എന്തിനാണ് ഈ കരച്ചിൽ? നീ നിന്റെ ശരീരം കൊടുക്കാതെ ആ പെണ്ണിനെ നീ നിരാശനാക്കിയ ആണല്ലേ, ആ പെണ്ണിനെ നിരാശനാക്കിയിരുന്നില്ലേ ജീവിതകാലത്ത്, എന്നിട്ട് പിന്നെ എന്തിനാണോ നീ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇന്നി ദബഹ്തു തമഅഹാ ഫി അവ്വലി അംരിഹാ, അവൾക്ക് എന്നിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായ ആ നിമിഷം തന്നെ ആ ആഗ്രഹം ഞാൻ അവിടെ ഒടിച്ചു കളഞ്ഞു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് എസ്കലേറ്റ് ചെയ്യാൻ പോയാൽ അത് പിന്നെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭ്രാന്തായിട്ടുമോ അത് മുളയിലേ നുള്ള. ഇതൊരു ഭയങ്കര ഉപദേശമല്ലേ? ചെറുപ്പക്കാരൻ പറയാൻ, അവൾക്ക് എന്നിലൊരു ആഗ്രഹം തോന്നി, അവൾക്കൊരു ഹറാമിന്റെ ആഗ്രഹം തോന്നി, അത് ഞാൻ തുടക്കത്തിലേ ഞാൻ മുറിച്ചു കളഞ്ഞു. ഞാൻ ഈ മുറിച്ചത് വജഅൽതു ഖതിഅതഹാ ദഖീറതൻ ലീ ഇൻദ റബ്ബി, ഞാൻ അവളുമായുള്ള ബന്ധം മുറിച്ചത് തുടക്കത്തിലെ
തുടക്കത്തിലെ മുറിച്ചു കളഞ്ഞത് എനിക്ക് നാളെ അള്ളാഹുവിന്റെ അടുത്തേക്ക് കിട്ടേണ്ട ഒരു സ്വത്താണത്, ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ മുതലാണത്, എനിക്ക് നാളെയുള്ള സൂക്ഷിപ്പ് സ്വത്താണിത്, നാളെ ചെന്നാൽ ഇതെനിക്ക് ഉപകാരപ്പെടണം, അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. അത് മാത്രമോ, അത് അള്ളാഹുവിന് ഞാൻ എന്റെ ശരീരം അവർക്ക് കൊടുക്കാത്തതെന്നല്ലേ നിങ്ങൾ ആക്ഷേപിക്കുന്നത്? ഞാൻ മുളയിലേത് നുള്ളി, അവരുടെ ആഗ്രഹം മുളയിലേ നുള്ളിക്കളഞ്ഞു. ആ നുള്ളിക്കളഞ്ഞത് നാളെ എനിക്ക് സ്വർഗം കടക്കാൻ ഒരു നിമിത്തമാകണം. സുബ്ഹാനല്ലാഹ്, ഞാൻ അതിനാണത് ചെയ്തത്. അള്ളാഹുവിന്റെ അടുത്ത് ഞാൻ ഏൽപ്പിക്കാൻ കൊടുത്ത എന്റെ ആ സ്വത്ത്, ഞാൻ എന്റെ ശരീരം അവൾക്ക് കൊടുത്താൽ ആ സ്വത്ത് ഞാൻ തിരിച്ചു വാങ്ങുന്നതിന് തുല്യമല്ലേ? അള്ളാഹനെ ഏൽപ്പിച്ചതിനെ തിരിച്ചു വാങ്ങാൻ എനിക്ക് നാണമാണ്, അതുകൊണ്ട് ഞാനത് ചെയ്തില്ല എന്ന് ഈ ചെറുപ്പക്കാരൻ മറുപടി കൊടുത്തു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ, അതിൽ ഏറ്റവും പ്രമുഖനായ മഹാനായ അഹ്മദ് ബിൻ സഈദ് അൽ ആബിദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഉദ്ധരണി എടുത്തുകൊണ്ട് ഉദ്ധരിക്കുകയാണ്. ഒരുപാട് മഹാന്മാർ മഅരിഫത്തിന്റെ അഹ്ലുകാർ ഇത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ചിന്തിക്കാൻ അവസരം നൽകുമാറാകട്ടെ.